നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ അല്ല, ഇത് പഴയ കുപ്പി തന്നെയാണ്. യെസ്, ഇറ്റലി പുതിയ കോച്ചിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. പുതിയ കോച്ച് അങ്ങനെ പറയണോ? പഴയ കോച്ചിനെ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. റോബർട്ടോ മാൻസീനി ഇതാ ഇറ്റലിയുടെ കോച്ചായി വരുന്നു. ഒഫീഷ്യലി ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു. ഇദ്ദേഹം നേരത്തെ ഇറ്റലിയുടെ ഹെഡ് കോച്ചായിരുന്നു. നിങ്ങൾക്കറിയാലോ, 61കാരനായിട്ടുള്ള മാൻസീനി 2018 മുതൽ 2023 വരെ ഇറ്റലിയുടെ കോച്ചായിരുന്നു. അവിടെ നിന്നാണ് സൗദി അറേബ്യയുടെ അവസരം വന്നപ്പോൾ അത് ഇട്ടെറിഞ്ഞുകൊണ്ട് അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോയത്. പക്ഷേ ഒറ്റക്കൊല്ലം കൊണ്ട് ആ പണി അവിടെ അവസാനിച്ചു. പിന്നെ അൽസാദിൻ്റെ കോച്ചായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് ഇതാ വീണ്ടും ഇറ്റലിയുടെ കോച്ചാവുന്നു. ആൻഡ്രിയ പിർലോയെ കോച്ചാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു ഇറ്റലി. അവരുടെ ടെക്നിക്കൽ ഡയറക്ടറായിരുന്ന പൗളോ മാൽദീനിയും അഡ്വൈസറായിരുന്ന ലിയനാർഡോയും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തി. പക്ഷേ റഷ്യൻ ബ്രാൻഡുമായിട്ട് കൊളാബറേഷനുണ്ട് ആൻഡ്രിയ പിർലോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് തടയിടുകയായിരുന്നു ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ചെയ്തത്. അതിനെ തുടർന്ന് പൗളോ മാൽദീനിയും അതുപോലെ തന്നെ ലിയനാർഡോയും രാജിവെച്ചിരുന്നു. അങ്ങനെ ക്ലോഡിയോ റനിയേരിയെ ടെക്നിക്കൽ ഡയറക്ടറാക്കിയിട്ട് പ്രഖ്യാപിച്ചു ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ. പിന്നാലെ റോബർട്ടോ മാൻസീനിയെ ഹെഡ് കോച്ചാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. ഇറ്റലി വീണ്ടും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ അല്ലടോ, പഴയ വീഞ്ഞ് പഴയ കുപ്പിയിൽ തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ്. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.